ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം 5 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് UDF-ഉം അതുപോലെ BJP-യും അതിനുശേഷം മാധ്യമങ്ങളും ഗവൺമെന്റിനെതിരെ ആരോപിച്ചത്. ഇന്ന് 5ാമത്തെ ആരോപണവും പൊളിഞ്ഞു പാളീസാകുന്ന സാഹചര്യമാണ് നാം കണ്ടത്. ഏറ്റവും ആദ്യം നയമില്ല, മദ്യനയത്തിന് വിരുദ്ധമായിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചതെന്ന ആരോപണമാണ് ഏറ്റവും ആദ്യം. ആദ്യത്തെ മദ്യനയം പ്രഖ്യാപിച്ചത് 31/3/2022 ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ്. അതിന്റെ സെക്കൻഡ് പേജിലെ ലാസ്റ്റ് പാരഗ്രാഫും തേർഡ് പേജിലെ സെക്കൻഡ് പാരഗ്രാഫും വായിച്ചാൽ കൃത്യമായി തന്നെ നമുക്ക് ബോധ്യമാകും. ഞാൻ വിശദീകരിച്ച് വായിക്കുന്നില്ല, ഒറ്റ വാചകമുള്ളൂ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുവായ ENA പൂർണ്ണമായും സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. കേരളത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നല്ലൊരു പങ്ക് സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള മദ്യ ഉൽപ്പാദന കമ്പനികൾ കേരളത്തിലെ ഡിസ്റ്റിലറികളിലൂടെ ടൈപ്പ് വഴി നിർമ്മിക്കുന്നതാണ്. ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാകേണ്ട വരുമാനവും സൃഷ്ടിക്കാവുന്ന തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ്. അതുവഴി കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയും. ഇത് 31/3/2022 3 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച മദ്യനയത്തിൽപ്പെട്ടതാണ്. അതിൽ നമ്പർ 22 അങ്ങയുടെ മുന്നിൽ ഉണ്ടാവും. നമ്പർ 22 നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും. നമ്പർ 24 കേരളത്തിലെ തനത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ ധാന്യങ്ങൾ ഒഴികെയുള്ളതിൽ നിന്ന് വൈൻ നിർമ്മിക്കുന്നതിന് അനുവാദം നൽകും. അതിനുശേഷം കൃത്യമായി 27/7/2023 അതേ വർഷം തന്നെ 7ാം മാസം 2ാമത് മദ്യനയം പ്രഖ്യാപിക്കുകയാണ്. ആ മദ്യനയത്തിലും കൃത്യമായി പാരഗ്രാഫ് 8, 9 അങ്ങ് വായിച്ചു നോക്കുക. ഞാൻ സമയക്കുറവുകൊണ്ട് വിശദമായി വായിക്കുന്നില്ല. വളരെ വിശദമായിട്ട് 8, 9 കൃത്യമായി മദ്യനയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ നമ്പർ 24 പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ENA കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിനേക്ക് തയ്യാറാക്കുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. അതുപോലെ നമ്പർ 32 സംസ്ഥാനത്ത് വിദേശ മദ്യത്തിന്റെ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇങ്ങനെ കൃത്യമായി 2 മദ്യനയം പ്രഖ്യാപിച്ചതിന് ശേഷം 10 പഠനങ്ങൾ നടത്തി 14 മാസമെടുത്ത് ഈ കഴിഞ്ഞ 16/1/2025 ഈ ഉത്തരവ് പുറത്തിറക്കുന്നത്. അപ്പൊ ആദ്യം നയമില്ല, നയവ്യതിയാനമാണ്, നയങ്ങൾക്കെതിരാണെന്നുള്ള വാദം അവിടെ പോയി. രണ്ടാമത് ടെൻഡർ. അങ്ങ് ചോദിച്ചല്ലോ കുറെ ചോദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയോട്. നിങ്ങൾ അനുവദിച്ചപ്പോൾ ടെൻഡർ ഉണ്ടായിരുന്നോ? എന്നെങ്കിലും ടെൻഡർ ഇത്തരത്തിൽ ഒരു സംരംഭം ആരംഭിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? അതൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴും എന്നാലും കാര്യങ്ങൾ അറിയണ്ടേ, ടെൻഡർ വേണ്ട എന്ന എന്തിയെ മുൻ പ്രതിപക്ഷ നേതാവ് ടെൻഡർ വാദം പിൻവലിച്ച് രക്ഷപ്പെട്ടു പോയത്? ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്താണ് ടെൻഡർ വാദം ഇപ്പോൾ ഉന്നയിക്കാത്തത്? അപ്പോൾ ടെൻഡറും വേണ്ട. മൂന്നാമതെന്താ, പഞ്ചായത്ത് ഈ കാര്യം അറിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിനെ അറിയിക്കാതെ ഏകപക്ഷികമായി ഏകജാലകത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചു. മിസ്റ്റർ വേണു, ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് 2 കത്തുകൾ അയച്ചിട്ടുണ്ട്. ആ കത്തുകൾ കൃത്യമായി 14/2/2024 1 വർഷങ്ങൾക്ക് മുമ്പുള്ള കത്ത്. രണ്ടാമത്തെ കത്ത് 18/6/2024 ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പുള്ള കത്ത്. ഈ 2 കത്തും എലപ്പുള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്ക് KSIDC അയച്ച കത്തുകളാണ്. ആ കത്തുകളിൽ പറഞ്ഞു, ഇന്നയാൾ ഇന്ന ആവശ്യത്തിന് ഗവൺമെന്റിന് തന്ന പ്രപ്പോസൽ ഏകജാലകത്തിലൂടെ പരിഗണിക്കുന്ന യോഗം അത് ഇത്ര നമ്പർ യോഗമാണ്, താങ്കൾ വരണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയും, പഞ്ചായത്ത് കമ്മിറ്റി അറിയും, എല്ലാവരും അറിയും. എന്നിട്ടും തെറ്റിദ്ധരിക്കുകയാണ്. ഇന്നലെ വരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല. 3ാമത്തെ വാചകവും പോയി. 4ാമത് ജലചൂഷണമാണ്. ജലചൂഷണത്തിന്റെ കണക്കുകൾ കൃത്യമായി ഇന്ന് യഥാർത്ഥ വസ്തുത മന്ത്രി വെളിപ്പെടുത്തി. ഭൂഗർഭജലം ഒരു തുള്ളി വേണ്ട. കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു തുള്ളി വെള്ളം വേണ്ട. അവിടെ കിൻഫ്രയ്ക്കും അതുപോലെ തന്നെ IIT-ക്കും 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ ഗവൺമെന്റ് ഉത്തരവിലൂടെ മാറ്റിവെച്ച 10 ദശലക്ഷം ലിറ്റർ ആ വെള്ളത്തിൽ നിന്ന് മാത്രമാണ് ഇതിന് ഉപഭോഗം. അല്ലാതെ ഒരു തരത്തിലുള്ള ഉപഭോഗമില്ല. അതും പൊളിഞ്ഞു പാളീസായി. പിന്നെ 5ാമത്തെ ആരോപണമാണ് ഇപ്പോ മന്ത്രിസഭ രഹസ്യമായി എടുത്ത തീരുമാനം. ഇതാ ഒരു ഉത്തരവ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു, രേഖ. ശങ്കരാടി കാണിച്ച രേഖ ഞാൻ ഹാജരാക്കുമെന്ന് പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം പത്രസമ്മേളനം പുറത്തുവിടുന്നു. ഇന്ന് രേഖ വന്നു. 16/1/2025 മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന രേഖ. ഏത് മന്ത്രിസഭാ യോഗം കഴിയുമ്പോഴും പുറത്തു വരുന്ന ക്യാബിനറ്റ് നോട്ട് അടക്കമുള്ള രേഖ കാണിച്ച് ഇത് വലിയ രഹസ്യമായി ഗവൺമെന്റ് കൈകാര്യം ചെയ്യുകയാണെന്ന്. ഇതിൽ കൃത്യമായി പറയുന്നു, ഒരു തരത്തിലും ഈ UDF ഉന്നയിച്ച ആരോപണം, BJP ഉന്നയിച്ച ആരോപണം
അത് ഏറ്റുപിടിച്ച് മാധ്യമങ്ങൾ നടത്തിയ പ്രചരണം ശരിവെക്കുന്ന കാഴ്ചപ്പാടില്ല. കർണാടകത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ അസംസ്കൃത വസ്തുവും മദ്യവും ഇറക്കുമതി ചെയ്യണം. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അവിടെ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഇറക്കുമതി അങ്ങനെ സംരക്ഷിക്കണം. കേരളത്തിൽ ഒന്നും സ്വന്തമായി ഉൽപ്പാദിച്ചു കൂടാ. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഒരു പ്രയോജനം കിട്ടാൻ പാടില്ല. അതുപോലെ കാലിത്തീറ്റയും കോഴിത്തീറ്റയുമായി ഇവിടെ ഉൽപ്പന്നം എന്ന രൂപത്തിൽ സീറോ വേസ്റ്റേജിന് ശേഷം വരുന്ന ഉൽപ്പന്നം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കേരളത്തിൽ ഒന്നും വരാൻ പാടില്ല. ആ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള നുണപ്രചരണവും കള്ളപ്രചരണവും കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇവർ മുന്നോട്ട് വെച്ച ഒരാരോപണവും തെളിയിക്കാൻ ഇവർക്ക് കഴിയാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. ജലത്തിന്റെ കണക്കും മറ്റു കാര്യങ്ങളുമെല്ലാം മന്ത്രി വളരെ വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്.